പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മെസ്സേജ് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് രാത്രിയിലത്തെ ബൈബിൾ സ്റ്റഡി ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇതിനെ മാറ്റണേ, അനേകർക്ക് പ്രയോജനമാക്കി കർത്താവ് തീർക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുറപ്പാട് പുസ്തകമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബൈബിളിനെ ബുക്ക് ഓഫ് ദ ബുക്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്ത് ബുക്ക് ഓഫ് ദ ബുക്സ് എന്നതിനെ വിളിക്കും. ദി ബുക്ക് എന്നും ഇതിനെ വിളിക്കും. കാര്യം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച പുസ്തകം ഇതാണ്. അതുകൊണ്ട് ഇതിനെ ദ ബുക്ക് എന്നും വിളിക്കാറുണ്ട്. വേദപുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ച, നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ ദൈവം കൃപ തന്ന അതൊരു പദവിയാണ്. കാര്യം ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി നടന്നയിടത്ത് ദൈവം നമ്മളെ പ്രബലപ്പരാക്കി എന്ന് പറയുന്നത് പോലെ ഈ പുസ്തകം കയ്യിലെടുക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. പുറപ്പാട് പുസ്തകം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി വന്ന യാക്കോബിൻ്റെ മക്കളായ 70-ലധികം വ്യക്തികൾ മിസ്രയീം എന്ന രാജ്യത്ത് വെച്ച് 2 മില്യനും 3 മില്യനും ഇടയിലായി വളർന്നത്, അതായത് 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലായി വളർന്ന വലിയ സംഭവവും വലിയ പ്രസവവേദനയോടെ അവർ ജനിച്ചു വീണതുമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ചിന്താവിഷയം. മിസ്രയീമിൽ നിന്ന് ദൈവം അവരെ ഇറക്കി കനാൻ എന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകേണ്ടതിന് ദൈവപ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചു നടത്തിയതുമായ വിശദീകരണമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. മിസ്രയീമിൽ നിന്നും ദൈവം അവരെ വിളിച്ചിറക്കിയത് കനാനിൽ വരെ എത്തിക്കേണ്ടതിനാണ്, കനാൻ വീതിച്ചു കൊടുക്കേണ്ടതിനാണ്, അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്ത വിഷയം നിറവേറ്റേണ്ടതിനാണ്. യഹോവ ഏകനായി അവരെ നടത്തി. അന്യദേവന്മാരിൽ ആരും അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയുന്നവനായ ദൈവം അവരെ പാതി വഴി നടത്തുവാനോ പകുതി ഉപദേശം കൊടുത്ത് മാറുവാനോ അല്ല, പൂർണ്ണതയിൽ എത്തുന്നതുവരെ പൂർണ്ണമായി അവരെ സൂക്ഷിക്കേണ്ടതിനാണ് കൊണ്ടുവന്നത്. ദൈവം അവരുടെ അടിമത്വത്തിലുള്ള ദുഃഖം കണ്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി പെട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അടിമച്ചങ്ങല പൊട്ടിച്ചെറിയുകയായിരുന്നില്ല. പകരം എത്തേണ്ടിടത്തെത്തുന്നത് വരെ ദൈവിക നടത്തിപ്പിൽ കൊണ്ടുപോകുകയും അനുസരിക്കാത്തവരെ അതാത് സമയത്ത് ശിക്ഷിക്കുകയുമായിരുന്നു ചെയ്തത്. ദൈവം നമ്മെ നടത്തുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് ഇറക്കത്തിൽ തന്നെ ഒടുവിൽ വരെ കൊണ്ടുപോകേണ്ട ഉദ്ദേശമുണ്ട് എന്ന് മറക്കരുത്. 2, ഈ പുസ്തകം ചിത്രീകരിക്കുന്നത് ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് ആരെയും പിടിച്ചു മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. അന്നത്തെ ഏറ്റവും പ്രബലമായിരുന്ന രാജ്യമെന്നറിയപ്പെട്ട മിസ്രയീമിനോ അതിൻ്റെ രാജാവായ ഫറവോനോ അവരുടെ അടിമത്വത്തിനോ ചങ്ങലയ്ക്കോ തടവിനോ ചമ്മട്ടിക്കോ അവരുടെ മതിലുകൾക്കോ ദൈവ പദ്ധതിയിൽ നിന്ന് ദൈവജനത്തെ പിന്തിരിപ്പാൻ കഴിയുകയില്ല എന്ന് തെളിയിക്കുന്നതാണ് പുറപ്പാട് പുസ്തകം. ഒരു പുരുഷൻ വിവാഹിതനായി ഭാര്യ വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഇമ്മീഡിയറ്റ് ആളുകൾ ആരാണെന്നും അതിൻ്റെ വീടിൻ്റെ എൻട്രൻസ് എവിടെയാണെന്നും കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം എത്ര നാൾ അവിടെ താമസിക്കും, എത്ര കണ്ട വീടുമായി ഇൻവോൾവ് ആകും എന്നതിനനുസരിച്ച് ആ വീടിൻ്റെ കാര്യങ്ങൾ അറിയണം. ഞാനൊരു പുതിയ വാടക വീടെടുത്ത് താമസിച്ചാലും അതിന് എത്ര ഡോറുണ്ടെന്നും വിൻഡോ ഉണ്ടെന്നും എവിടെയാണ് സ്വിച്ചെന്നും മറ്റുമൊക്കെ ഞാൻ അറിഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ ദൈവവചനത്തിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ അറിയാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഈ പുസ്തകം എടുക്കുന്നത്. ഇനിയും മിസ്രയീമിൽ നിന്നും ദൈവം ഈ ജനത്തെ വിളിച്ചിറക്കിയത് കനാനിൽ പോകേണ്ടതിനാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ചിന്ത വരാം, ദൈവത്തിന് അവരുടെ ആ മിസറബിൾ സിറ്റുവേഷൻ, അവരുടെ ആ അടിമജീവിതത്തിൻ്റെ ഭാരം കണ്ടു മനസ്സലിവ് തോന്നി ആ അടിമ വീട് അങ്ങ് പൊളിച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് പറഞ്ഞ് പിള്ളേരെ ഓടിച്ചു വിട്ടതാണെന്ന്. നോ, ഒരിക്കലും അങ്ങനെയല്ല. മിസ്രയീമിൽ നിന്ന് ദൈവം അവരെ ഇറക്കുമ്പോൾ എവിടെ എത്തിക്കണം, എങ്ങനെ എത്തിക്കണം, എത്ര ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കണം എന്നിതെല്ലാം ദൈവം തീരുമാനിച്ചിരുന്നു. എല്ലാം ഹൈലി പ്രീ കാൽക്കുലേറ്റഡ് ആണ്. അങ്ങനെ അവരെ ഇറക്കിക്കൊണ്ട് വന്നത്. കണ്ടതിലെ ഓടാൻ വേണ്ടി അല്ല അവരെ വിളിച്ചിറക്കിയത്, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടതിന് വേണ്ടിയാണ് അവരെ വിളിച്ചിറക്കിയത്. മറക്കണ്ട, നമ്മളെയും അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയല്ല, എവിടെ എത്തണം, അതിനാവശ്യമായിട്ട് എന്തൊക്കെ വേണം, എന്ത് ക്രമീകരണം വേണം, ഇതെല്ലാം പഠിപ്പിച്ചെടുക്കേണ്ടതിനാണ് നമ്മളെ ഇറക്കിക്കൊണ്ട് വന്നത്. അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തം നിവർത്തിക്കേണ്ടതിനായിരുന്നു. യഹോവ ഏകനായി നിന്നെ നടത്തി, അന്യദേവന്മാരിൽ ഒരുത്തനും അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിന് തന്നെ അഭിമാനത്തോടെ സാക്ഷ്യം പറയത്തക്കവണ്ണം
അന്യദേവന്മാരെയും അവരുടെ ഇൻഫ്ലുവൻസുകളും മൊത്തമായി മാറ്റിയിട്ട് ദൈവം ഏകനായി അവർക്കതിൻ്റെ ഇൻഫ്ലുവൻസ് കൊടുത്ത് അവരെ നടത്തിക്കൊണ്ട് വരിക എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മറക്കരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയായിരുന്നു. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം മുഴുവനായി അറിയാവുന്ന ദൈവം ആവശ്യമുള്ള ഉപദേശങ്ങൾ മുഴുവനും കൊടുത്ത്, നിയമങ്ങൾ കൊടുത്ത് അവരെ കൊണ്ടുപോയി. ദൈവം അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പനകൾ കൊടുത്തു. 10 കൽപ്പനകൾ മുതൽ നമുക്കറിയാം. കൽപ്പനകൾ കൊടുത്തു. 2 ചട്ടങ്ങൾ കൊടുത്തു. കൽപ്പനയേക്കാൾ തൊട്ട് താഴ്ന്നതാ ചട്ടം. 3 പ്രമാണങ്ങൾ കൊടുത്തു. പിന്നെ നിയമങ്ങൾ കൊടുത്തു. അങ്ങനെ പലതും കൊടുത്തു. ഒന്ന് തന്നെയല്ല, വലിപ്പ ചെറുപ്പമുള്ള ഉപയോഗക്രമത്തിൽ പ്രാധാന്യം കൂടുതലും കുറവുമുള്ള ഒരുപാട് ഇനം പ്രമാണങ്ങൾ ഒരുമിച്ച് കൊടുത്തു. 613 മിസ്ബോത്തുകൾ എന്ന് നമ്മളതിനെ പൊതുവെ വിളിക്കും. ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ എന്നിങ്ങനെയുള്ള ആ തത്വസംഹിതകൾ, നിയമങ്ങൾ എല്ലാം കൂടെ ചേരുന്നതിനെ അവർ മിസ്ബോത്ത് എന്ന് വിളിക്കും. മിസ്ബോത്ത്. അങ്ങനെ 613 മിസ്ബോത്തുകൾ ഒരുമിച്ച് കൊടുത്താണ് ഇസ്രായേലിനെ കൊണ്ടുവരുന്നത്. മിക്കതും ഈ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ കാണാം. ഇവരെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചത്, അടിമത്വം കൊണ്ട് കരഞ്ഞ് എവിടെയെങ്കിലും പോകട്ടെന്ന് കരുതിയല്ല ദൈവം എവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചോ അവിടേക്ക് തന്നെയാണ് എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ദൈവിക പരിപാടി അടുത്തതായി, ദൈവിക പരിപാടിയെ, ദൈവിക ഉദ്ദേശത്തെ തകിടം മറിക്കുവാൻ, തടഞ്ഞു നിർത്തുവാൻ ഭൂമിയിൽ ഒരു രാജാവിനും കഴിയുകയില്ല. മിസ്രൈമായിരുന്നു ബലമുള്ള സംസ്ഥാനങ്ങളിലൊന്ന്, രാജ്യങ്ങളിലൊന്ന്. ഫറവോനായിരുന്നു ഏറ്റവും ബലമുള്ള രാജാക്കന്മാരിൽ ഒരാൾ. ഒരു രാജ്യത്തിനും ഒരു രാജാവിനും ഒരു തത്വസംഹിതയ്ക്കും ഒരു ചങ്ങലയ്ക്കും ഒരു അടിമത്വത്തിനും നിയമത്തിനും രാഷ്ട്രത്തിനും കഴിയുന്നതല്ല ദൈവപ്രമാണത്തിൽ നിന്നൊരു വ്യക്തിയെ തടഞ്ഞു നിർത്തുവാൻ എന്ന് തെളിയിക്കുന്ന തെളിവും കൂടെയാണ് പുറപ്പാട് പുസ്തകം. ഇനി ആ പുസ്തകത്തിൻ്റെ പേര് പുറപ്പാട് എന്ന് നമ്മളിവിടെ കാണുന്നു. എക്സോഡോസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. സെപ്റ്റജന്റിലാണ് ഈ പദം പ്രത്യേകിച്ച് കാണുന്നത്. സെപ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? ഏതായാലും വേദപുസ്തകം പഠിക്കുക, അല്പം ബേസിക് നോളജ് എനിക്ക് അല്പമേ ഉള്ളൂ, അത് നിങ്ങളോട് പങ്കുവെക്കുന്ന കുഴപ്പമില്ല. വേദപുസ്തകത്തിൻ്റെ ആദ്യ കോപ്പികൾ എഴുതിയത് എബ്രായിലും അതിൻ്റെ ഡയലക്ട്സിലുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒന്നിലധികം പല ഭാഷകളുണ്ട് എന്നാണ് വെപ്പ്. എബ്രായ ഭാഷയും അതിൻ്റെ ഡയലക്ട്സും. ഡയലക്ട്സ് എന്ന് പറഞ്ഞാൽ ലിപി ഇല്ലാത്തതും, ലിപി ഉണ്ടെങ്കിലും ഡയലക്ട്സ് ആകാം. ലിപി പ്രധാനമായിട്ടും ലിപി ഇല്ലാത്തതും മെയിൻ ഭാഷയോട് വളരെ ബന്ധമുള്ളതും പക്ഷേ അത് അതിൽ തന്നെ ഒരു ഭാഷയായി ഉപയോഗിക്കാവുന്നതുമായ ഭാഷകളെയാണ് ഡയലക്ട്സ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിന് പോലും ഡയലക്ട്സ് ഉണ്ട്. ആദിവാസി സമൂഹങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് ഉപയോഗിക്കുന്നതായ പല ഭാഷകളുണ്ട്. അങ്ങോട്ടൊക്കെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല ഡയലക്ട്സ് മലയാളത്തിന് പോലും ഉണ്ട്. തുളു അതിൻ്റെ ഡയലക്ട്സിലൊന്നാണ്. മലയാളത്തിൻ്റെ ഡയലക്ട്സിലൊന്നാണ് തുളു. അങ്ങനെ എബ്രായ ഭാഷയിലും അതിൻ്റെ ഡയലക്ട്സിലുമായിട്ടാണ് വേദപുസ്തകം ആരംഭത്തിൽ എഴുതിയത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പുസ്തകങ്ങളൊക്കെ തന്നെയും എഴുതിയത് ഉൽപ്പത്തി പല ലാംഗ്വേജുകളിൽ ഉപയോഗിച്ചു, പല ഫ്രേസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഭാവിയിൽ ഒന്ന് തിരുത്തി, എല്ലാം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത്, ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഗ്രീക്കിലേക്ക് മാറ്റി എഴുതി. ഗ്രീക്കായിരുന്നു അന്നത്തെ പ്രസിദ്ധമായ ഭാഷ. ഇന്ന് മലയാളം തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലേക്കാക്കി കൊടുക്കുന്നത് പോലെ ഗ്രീക്കിലേക്കാക്കി കൊടുത്തു. അതിനെയാണ് സെപ്റ്റുജൻറ്റ് എന്ന് വിളിക്കുന്നത്. SEPTUAGINT, സെപ്റ്റുജൻറ്റ് എന്നറിയപ്പെടുന്നതായ SEPTUAGINT, സെപ്റ്റുജൻറ്റ് എന്നറിയപ്പെടുന്നതായ ഒരു കൃതിയിലേക്ക്, അതായത് എബ്രായ വേദപുസ്തകത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ. അപ്പോൾ അതിനകത്തെല്ലാം എഴുതിയിരിക്കുന്നത്, ആ ഗ്രീക്ക് ട്രാൻസ്ലേഷനിനകത്തെല്ലാം എഴുതിയിരിക്കുന്നത് എക്സഡോസ് എന്ന പദമാണ്. ആ പദത്തിന് ഒളിച്ചോട്ടം, ഇറങ്ങി ഓട്ടം മുതൽ ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ പുറപ്പാട് എന്ന് വരെ പല അർത്ഥങ്ങൾ ആ പദത്തിലുണ്ട്. ഇതിനകത്ത് ഇറങ്ങിപ്പോക്ക് എന്നുള്ള പദമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നിശ്ചയമായിട്ടും ഒളിച്ചോടുക എന്ന് പറയുന്നത് ശരിയല്ല, എങ്കിലും ജീവനും കൊണ്ട് ഓടുക എന്ന പദത്തിന് കുഴപ്പമില്ല, അതാണ്. ഇനി ഈ പുസ്തകം എഴുതിയത് മോശയാണ്. ഇൻറ്റേർണൽ എവിഡൻസസ് പുറപ്പാട് പുസ്തകത്തിനകത്തുനിന്ന് തന്നെ ഇൻറ്റേർണൽ എവിഡൻസസ് ധാരാളമുണ്ട്. യഹോവ മോശയോട് പിന്നെ വരലി ചെയ്തത്, യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ യഹോവ മോശയ്ക്ക് വെളിപ്പെട്ടു വന്നു, യഹോവ മോശയോട് പറഞ്ഞത് എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് ഇൻറ്റേർണൽ എവിഡൻസ് ഇത് മോശയോട് പറഞ്ഞതും മോശ എഴുതിയതുമാണെന്ന്.
ഇനിയും എക്സ്റ്റേണൽ എവിഡൻസ് നോക്കുമ്പോൾ അല്പം കൂടെ വ്യക്തമാണ്. എക്സ്റ്റേണൽ എവിഡൻസസ് ഫ്രം വിതിൻ ദ ബൈബിൾ, വേദപുസ്തകത്തിനകത്തുനിന്ന് തന്നെ പുറപ്പാട് പുസ്തകത്തിൻ്റെ വെളിയിലുള്ള എക്സ്റ്റേണൽ എവിഡൻസസ് എടുത്താൽ മലാഖിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. മലാഖിയുടെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ മോശയോട് കൽപ്പിച്ചതാണ് ഇത് എന്ന് ഒന്നും കൂടെ വ്യക്തമാകുന്നുണ്ട്. മോശ ഏത് പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നൊക്കെ ആദ്യത്തെ പഞ്ചഗ്രന്ഥത്തിൽ തന്നെ കാണാം. 2, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ, പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ, ഫിലിപ്പോസ് നാഥനയേലിനെ കണ്ടു, അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ന്യായപ്രമാണം മോശയുടെ വകയാണ്, എഴുത്തുകാരൻ മോശയാണ് എന്ന എക്സ്റ്റേണൽ എവിഡൻസും ഇൻറ്റേർണൽ എവിഡൻസ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും നമ്മൾ കണ്ടു. ഇനിയും ഇസ്രായേലിൻ്റെ ചരിത്രകാരനായിരുന്ന ജോസിഫസ് മുതലായി അനേക ചരിത്രകാരന്മാർ എഴുതുന്നതും വലിയ തെറ്റില്ലാതെ മറ്റധികം ആരും എതിർക്കാത്തതും തെളിവ് സഹിതം ഒട്ടും എതിർക്കാത്ത കഴിയാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണ്, മോശയാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. ഏത് കാലം മുതൽ ഏത് കാലം വരെയുള്ള ചരിത്രമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ 13 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞു. അത് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് തുടങ്ങുന്നിടത്തുനിന്ന് ഇതിനകത്ത് BC 1445 വർഷങ്ങൾക്ക് പുറകിൽ മുതൽ BC 1405 വരെയുള്ള 400 വർഷത്തിൻ്റെ ചരിത്രമാണ് പ്രധാനമായും എഴുതിയിരിക്കുന്നത്. 1445 മുതൽ അന്നാണ് യാക്കോബും മക്കളുമായി മിസ്രൈമിൽ വരുന്നത്. അവിടെ മുതൽ സമാഗമന കൂടാരത്തിൻ്റെ പണി കഴിഞ്ഞു, യാഗപീഠം കഴിഞ്ഞു, മോശ മരിക്കുന്നത് 1405-ലാണ്. BC 1405-ലാണ് അന്ന് വരെയുള്ള ചരിത്രം ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. റിട്ടൺ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ തീം, ഈ മോശയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ, കണ്ട വിവരങ്ങൾ എഴുതി വെച്ചിരുന്നെന്നും തൻ്റെ കാലഘട്ടത്തിൻ്റെ ഏറെക്കുറെ അവസാനമായപ്പോൾ ഏതാണ്ട് 1400 വർഷം കഴിഞ്ഞ ശേഷം, 1405 വരെയുള്ളതാണ്, 1400 വർഷം കഴിഞ്ഞ ശേഷം എഴുതി തുടങ്ങിയെന്നും 405-ൽ ഇത് കൺക്ലൂഡ് ചെയ്തെന്നുമാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഇതിൻ്റെ അകത്തെ സൂചനകളാണ് നമ്മൾ അടുത്തതായിട്ട് ഓരോ പുസ്തകങ്ങളിലും പഠിക്കുന്നത്. ഡയറക്റ്റ് സൂചനകളൊന്നുമില്ല, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഡയറക്റ്റ് വെളിപ്പാടുകൾ ഇതിനകത്ത് ഒരെണ്ണം പോലുമില്ല. എന്നാൽ ടൈപ്പോളജി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള നിഴലുകൾ, പഠിപ്പിക്കലുകൾ, ഉദാഹരണങ്ങൾ, ഉപമകൾ, ഇതെല്ലാം ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുക. ഈ പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രധാന അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ടൈപ്പോളജി. ആവർത്തന പുസ്തകം നമ്മൾ ഒന്നോട്ട് തുടങ്ങാം. ആവർത്തന പുസ്തകം 18-15 നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്ന് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ചു തരും, അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. ആവർത്തന പുസ്തകം 18-15 നമ്മൾ വായിച്ചത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലൊരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്ന് സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ചു തരും. മോശ പറയുന്ന ഒരു പദമാണിത്. ഇതിൻ്റെ സാഹചര്യം, പലപ്പോഴും മോശയോടാണ് ദൈവം സംസാരിക്കുന്നത്. മോശ വന്ന് ജനത്തോട് സംസാരിക്കും, അങ്ങനെയായിരുന്നു. എന്നാൽ യഹോവയുടെ തേജസ്സിൻ്റെ ഒരു പ്രത്യക്ഷത ജനം കണ്ടു. ആ ജനം കണ്ടതോടുകൂടെ ജനം ഭയന്നു വെച്ച് മോശയോട് പറഞ്ഞു, ഇത്ര ഭയങ്കരനായ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്. ആ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ശിക്ഷയും മറ്റും ഭയങ്കരമാണ്. ആ ഭയങ്കരത്വമുള്ള ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ ഞങ്ങൾക്കിടയാക്കരുത്. ദയവായി ഇനി ഞങ്ങളോട് ഒരു വാക്കുപോലും ദൈവം നേരിട്ട് പറയരുത്. മോശ മുഖേന പറഞ്ഞാൽ മാത്രം മതി, അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖേന മാത്രം പറഞ്ഞാൽ മതി എന്ന് ജനം വന്ന് പറയുകയും ദൈവം അതനുസരിച്ച് പറയുന്നൊരു പദമാണ്, ഇനി എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അത് യേശുവിനെക്കുറിച്ച് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മോശ ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയാണ്. എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇസ്രായേലേ, അന്ന് നിനക്ക് അവൻ്റെ വാക്ക് കേൾക്കാൻ ഒക്കത്തില്ല. കാര്യം നിങ്ങളുടെ പ്രമാണികളും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ ന്യായശാസ്ത്രികളും എല്ലാം കൂടെ ചേർന്ന് അവനെ ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കാം. അതുകൊണ്ട് ഓർത്ത് കേട്ടോ, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. മോശ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു, അല്ലെങ്കിൽ ഒരു ടൈപ്പോളജി ആയിരുന്നു.
മോശയ്ക്കും ക്രിസ്തുവിനും ഒരേ സാമ്യം പലത് കാണാം. ഒന്ന്, ശക്തന്മാരായ ഭരണാധികളായിരുന്നു രണ്ടുപേരും. ശക്തന്മാരായ ഭരണാധികാരികൾ. ഈ യേശുവിനെക്കുറിച്ച് പറയാറുണ്ട്, യേശുവിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, കോളേജിലും പോയിട്ടില്ല, എങ്കിലും ആളുകൾ അദ്ദേഹത്തെ ഗുരു എന്ന് വിളിച്ചിരുന്നു. പഠിപ്പിക്കാൻ കഴിവുള്ളയാളാണ്. അദ്ദേഹത്തിന് പൊതുവെ വൈദ്യശാസ്ത്രം ഒട്ടും അറിയാൻ വയ്യെങ്കിലും വൈദ്യന്മാർ ഉപേക്ഷിച്ച കേസസൊക്കെ യേശു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അപ്രായോഗികത ജനത്തിന് കാണാനുണ്ടായിരുന്നെങ്കിലും പ്രായോഗികത തന്നിൽ വെളിപ്പെട്ടു. മോശയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. മോശ മിസ്രൈമിലെ സകല വിദ്യയിലും നിപുണനായിരുന്നു. മോശ ദൈവം പഠിപ്പിച്ചു. മോശയ്ക്കും ക്രിസ്തുവിന് ഒരേ സാമ്യം പലയിടത്തും കാണാം. ശക്തന്മാരായ ഭരണാധികന്മാരായിരുന്നു. നിയമങ്ങൾ കൊടുക്കുന്നത് മോശയും അതുപോലെ തന്നെ ക്രിസ്തുവുമായിരുന്നു. പഴയ നിയമം കൊടുത്തത് മോശയാണ്. പിതാവിങ്കിൽ നിന്ന് വാങ്ങി മോശ കൊടുത്തു. പുതിയ നിയമം കൊടുക്കുന്നത് യേശുവാണ്. പിതാവിങ്കിൽ നിന്ന് വാങ്ങി യേശു കൊടുത്തു. രണ്ടുപേരും ഒരുപോലെയായിരുന്നു കൽപ്പനകൾ കൊടുത്തത്. രണ്ട്, പ്രവാചകന്മാർ. രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു. പഴയ നിയമത്തിൻ്റെ പ്രവാചകൻ മോശയും പുതിയ നിയമത്തിൻ്റെ പ്രവാചകൻ യേശുവുമായിരുന്നു. മോശ തന്നെ പുരോഹിതനായിരുന്നു, യേശുവും പുരോഹിതനായിരുന്നു. മോശ തന്നെ രാജാവായിരുന്നു, ജനത്തിനു വേണ്ടി ഭരണം നടത്തി. യേശു നിത്യരാജാവാണ്, ജനത്തിനു വേണ്ടി എന്നും ഭരണം നടത്തും. ഇവർ തമ്മിൽ ഒരുപാട് ഐക്യതകൾ, യോജിപ്പുകൾ കാണാം. ഇനി മോശയുടെ ജനനത്തിങ്കൽ ശിശുഹത്യ നടന്നു. കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാൻ മിസ്രൈമിൽ നിന്ന് ജനിക്കുന്ന എബ്രായരുടെ ആൺതലമുറകളെ മുഴുവനും വെള്ളത്തിലിട്ട് കൊല്ലുവാൻ ചക്രവർത്തി ഉത്തരവായി. യേശുവിൻ്റെ ജനന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളവാൻ ചക്രവർത്തിയിൽ നിന്ന് ഉത്തരവായി. അങ്ങനെ രണ്ടുപേരുടെയും ജനനത്തിങ്കൽ ശിശുഹത്യ ഒരുപോലെയായിരുന്നു. ഇരുവരും വീണ്ടെടുപ്പുകാരായിരുന്നു. വീണ്ടെടുപ്പുകാരെന്ന് പറയുന്നതിനകത്ത് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഇസ്രയേലിൽ ഒരു പുരുഷൻ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ മരിച്ചാൽ ആ പെൺകുട്ടിയെ ഇനി ഒരാൾ പുനർവിവാഹം കഴിക്കണം. അത് അടുത്ത ചാർച്ചക്കാരനെ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. സ്വന്തം അനുജനുണ്ടെങ്കിൽ അദ്ദേഹമാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അടുത്ത ചാർച്ചക്കാരൻ, ഒരു സഹോദരൻ, അവളെ വിവാഹം കഴിച്ച് അവൾക്ക് ആ പുതിയ ഭർത്താവിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിനെ ഒറിജിനൽ ഭർത്താവിൻ്റെ പേരിൽ വിളിച്ച് അവകാശങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാക്കണം. അടുത്ത ചാർച്ചക്കാരന് മാത്രമേ വീണ്ടെടുപ്പുകാരനാകാൻ ഒക്കത്തുള്ളായിരുന്നു. മോശ ഒരു വീണ്ടെടുപ്പുകാരനായിരുന്നു. മിസ്രൈമിൽ നിന്ന് ജനത്തെ വീണ്ടെടുത്തു. എബ്രായൻ തന്നെയായിരുന്നതുകൊണ്ട്, മിസ്രൈമിൽ ജനിച്ചെങ്കിലും എബ്രായൻ തന്നെ ആയിരുന്നതുകൊണ്ട് എബ്രായരുടെ അടുത്ത വീണ്ടെടുപ്പുകാരൻ, ചാർച്ചക്കാരനായിരുന്നു. യേശുവും അങ്ങനെ തന്നെ സ്വർഗത്തിൻ്റെ മഹത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യവേഷം എടുത്ത് നമുക്ക് തുല്യനായി തീർന്നതുകൊണ്ട് തൻ്റെ വീണ്ടെടുപ്പും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തനിക്കും കഴിഞ്ഞു. ഇരുവരും ഒരുപോലെ തന്നെ ചാർച്ചക്കാരായിരുന്നു. ഇരുവരും തന്നെത്താൻ താഴ്ത്തി ബഹുമാനവും പുകഴ്ചയും വേണ്ടെന്ന് വെച്ചു. അത് മോശയും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും പോയിട്ടില്ല, യേശു ഒരിക്കലും പോയിട്ടില്ല. തന്നെത്താൻ താഴ്ത്തുന്നവരായിരുന്നു. 1-ാം നിയമം മോശ മുഖേനയും 2-ാം നിയമം ക്രിസ്തു മുഖേന നൽകുന്നു. ഇരുവരും മധ്യസ്ഥന്മാരുമായിരുന്നു. ഇസ്രായേൽ ജനം ദൈവവുമായി പിണങ്ങിയപ്പോൾ മോശയാണ് മധ്യസ്ഥത നിന്നത്. കർത്താവേ, അങ്ങ് ജനത്തെ നശിപ്പിച്ച് കളയരുത്, അവരെ ആദരിക്കണം, അവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം മധ്യസ്ഥനായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് നിരക്ഷയുള്ളത്. ഇനിയും 7 പ്രത്യേകതകൾ ഈ പഴയ നിയമത്തിൽ നിന്ന്, പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് എടുക്കാൻ താല്പര്യം. പ്രത്യേക ടൈപ്പോളജി, നിഴൽ. യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളാണ് നമ്മൾ എടുക്കുന്നത്. പ്രത്യേക നിഴലുകളായി 7 കാര്യങ്ങൾ എടുക്കാമോ. 1, പഴയ നിയമത്തിലെ പെസഹായുടെ പ്രമാണം ആരംഭിക്കുന്നത് മോശയാണ്. പക്ഷേ യഥാർത്ഥ പെസഹ കുഞ്ഞാട് ക്രിസ്തു ആയിരുന്നു. മോശ നിഴലായി പഴയ നിയമത്തിൽ പെസഹ ആചരിച്ചു. സത്യമായി പെസഹ കുഞ്ഞാട് ക്രിസ്തു ആയിരുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. എനിക്ക് ഈ ബൈബിളൊക്കെ തൊടുമ്പോൾ അതിൻ്റെ അർത്ഥം ഒട്ടും പറയാതെ പോകുന്ന വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അല്പാൽപ്പം തൊട്ടുപോട്ടെ. നമ്മുടെ സമയപരിധിക്കകത്ത് നിന്നോളാം. ഇന്ന് പുറപ്പാട് പുസ്തകം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടകം നമ്മുടെ സമയപരിധിയിലും എല്ലാം കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ഒക്കും ദൈവം എനിക്ക് അതിന് കൃപ തരും. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടാണ് പെസഹ ആചരിക്കേണ്ടത്. അത് പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ്. മോശയാണ് ആ പ്രമാണം കൊണ്ടുവന്നത്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങുന്ന ദൈവജനത്തോട് പറഞ്ഞു, 7 ദിവസമായി നിങ്ങളുടെ ഭവനങ്ങളിൽ പുളിപ്പ് കാണരുത്, പുളിപ്പ് കംപ്ലീറ്റ്ലി മാറ്റണം.
എന്നിട്ട് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് ദോശ ചുട്ട് തിന്നണം. അത് ഒരു കുഞ്ഞാടിനെ അറുത്ത് ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറിമ്പടി മേലും പുരട്ടി അതിനകത്തിരുന്ന് അരമുറുക്കി കയ്യിൽ വടി പിടിച്ച് മുറുക്കുകയും കൊണ്ട് വടി പിടിച്ചും കൊണ്ട് വേണം നിങ്ങൾ അപ്പം തിന്നാൻ. ഈ പഴയ പ്രമാണങ്ങളിൽ ഒരുപാടെണ്ണം അങ്ങ് ലംഘിക്കപ്പെടുക. ഞാൻ യഹൂദന്മാരായ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളെ കാണാൻ കൃപയാൽ എനിക്ക് കർത്താവ് പദവി തന്നു. ഒരുപക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ എടുക്കേണ്ടതിന് വേണ്ടി ദൈവം അന്ന് എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് സ്തോത്രം. എൻ്റെ യൗവനപ്രായത്തിൽ ഞാൻ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് കുറേ ചെറുപ്പക്കാർ പിള്ളേരെ കാണാനിടയായി. പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്തുകാരുടെ കുഞ്ഞുങ്ങളിൽ ചിലർ ജൂയിഷ് സ്കൂളുകളിൽ പഠിച്ചവർ, ജൂയിഷ് ബൈബിൾ സ്കൂളുകളിൽ, മഷിയാനിക് ബൈബിൾ സ്കൂളുകളിൽ പഠിച്ച കുഞ്ഞുങ്ങളെ കാണാനിടയായി. മഷിയാനിക് ബൈബിൾ സ്കൂളുകളിൽ പഠിക്കുന്നവരെന്ന് യഹൂദൻ കൺവേർട്ട് അവരുടെ ചെറുപ്പക്കാരാണ് പഠിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ചോദിച്ച് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായി അവർ പറഞ്ഞു തന്നത്, പെസഹ നടക്കുന്ന സമയത്ത് സാധാരണ അവർ അയഞ്ഞ വസ്ത്രം ഉപയോഗിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ ഇരിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രം ധരിച്ച് ഒരാളുടെ തോളിലോട്ട് വേറൊരാൾ ചാരിയിരിക്കും. അതുകൊണ്ടാണ് ഈ പെസഹ കഴിക്കാൻ ഇരുന്നപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ മാറോടി ചാരി എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാക്റ്റ് അതാണ്. അങ്ങനെ ചാരിയായിരിക്കേണ്ടത്. ഒരാൾ വേറൊരാളിനെ ചാരിയിരുന്ന് പതുക്കെയാണ് ആഹാരം കഴിക്കുന്നത്, പതുക്കെയാണ്. പക്ഷെ പെസഹയുടെ സമയത്ത് കർത്താവ് പറഞ്ഞു, തിടുക്കത്തോടെ തിന്നണം, അര മുറുക്കിക്കൊണ്ട് തിന്നണം, കാലിൽ ചെരുപ്പിട്ട് മുറുക്കിക്കൊണ്ട് തിന്നണം. അയ്യോ, പെസഹയുടെ സമയത്തൊന്നും ആരും വട്ടിക്കോൾ കാലിൽ ചെരുപ്പിടത്തേ ഇല്ല, അല്ലാതെയാണ് അവർ ഇരിക്കുന്നത്. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ ദിവസം മോശ പറഞ്ഞു, ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. നിങ്ങൾ ഇതുവരെയുള്ള പാരമ്പര്യങ്ങളൊന്ന് പൊട്ടിച്ചിട്ട് വേണം. ഇപ്പം പറയുകയാണ്, ക്രിസ്തു എന്ന കുഞ്ഞാടിനോടുകൂടെ ആ കുഞ്ഞാടിൻ്റെ മാംസത്തിൽ നിന്ന് പങ്കെടുക്കേണ്ടതിന് നിങ്ങൾ തിരുമേശ ആചരിക്കുമ്പോൾ എന്ന ഒരാശയം, നിങ്ങൾ പുളിപ്പില്ലാത്തവരായി കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കേണ്ടതിന്, പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. പഴയ പുളിമാവിനെ അങ്ങനെ നീക്കുക. രണ്ടിനം പുളിപ്പുകളെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം സംസാരിക്കുന്നത് 1 കൊരിന്ത്യർ 5:7 നിന്നാണ്, പുറപ്പാടിൽ നിന്നല്ല. പുറപ്പാടിലുണ്ടായിരുന്ന നിഴലിൻ്റെ പൊരുൾ 1 കൊരിന്ത്യർ 5:7 അതുകൊണ്ട് ഞാനിത് ചേർത്തങ്ങോട്ട് വിശദീകരിക്കുക. രണ്ടിനും പുളിപ്പ് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ജീവിതത്തിൻ്റെ പുളിപ്പ്, 2 ഉപദേശത്തിൻ്റെ പുളിപ്പ്. ഈ യേശുക്രിസ്തു പറയുന്ന ഒരു പ്രത്യേക ഭാഗത്ത് പരീശന്മാരുടെയും ന്യായശാസ്ത്രികളുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അതവരുടെ ഉപദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ഉപദേശം പുളിച്ചുപോയി. വർഷങ്ങളായി ഒരു ദൈവകൃപയുമില്ലാതെ അതിൻ്റെ അക്ഷരിക സാന്ദ്രതയിൽ മാത്രം പോയതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി പുളിച്ചുപോയി. ദൈവവചനത്തിൽ എന്നും ജീവനുള്ളതാണ്. അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയാണ് അതിൻ്റെ ജീവൻ. അതില്ലാതെ കണ്ട് വചനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പുളിച്ചുപോകും. അത് പരീശൻ്റെ ന്യായശാസ്ത്രയുടെയും പുളിച്ച മാവാണ്. അത് സൂക്ഷിച്ചൊഴിഞ്ഞോളാൻ യേശു പറഞ്ഞു. 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന പോലും ഇത് ജാതികളിൽ പോലും കാണാത്തതാണ്. അതുകൊണ്ട് അസാരം പുളിമാവ്, ഇത് പുളിമാവിൻ്റെ കട്ടിയാണ്, ഇത് ജാതികളിൽ പോലും കാണാത്തതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കും. അതുകൊണ്ട് ആ കുറ്റം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. അസാരം പോലും പുളിമാവരുത്, അത് ജീവിതത്തിൻ്റെ പുളിപ്പാണ്. ഈ 2 പുളിപ്പുകൾ അകറ്റാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പഴയ നിയമത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കുറിമ്പടിമേൽ 2 മേലും കട്ടിളക്കാലിൻ്റെ മേലും പുരട്ടി അതിനകത്ത് സംഹാരകൻ കയറാതെ ജനത്തിന് ഒരു വിടുതൽ കൊടുക്കുമ്പോൾ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ മറക്കരുത്, വെളിയിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു പാളയത്തിൻ്റെ പുറത്ത് നമുക്ക് വേണ്ടി അറുക്കപ്പെടുകയും അവൻ്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെടുകയും ചെയ്യുന്നതാണ്, നമ്മുടെ മേൽ പുരട്ടുകയും ചെയ്യുന്നതാണ്. ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, രാത്രിയിൽ സംഹാരകൻ വന്നാൽ ഈ രക്തം എൻ്റെ മേൽ കാണുകയാൽ താൻ കടന്നുപോകും നിശ്ചയം. സംഹാരകൻ അടുത്താൽ ഈ രക്തം എൻ്റെ മേൽ കാണുകയാൽ താൻ കടന്നുപോകും നിശ്ചയം. ഞാൻ ദൈവസന്നിധിയിൽ ഭദ്രമായിരിക്കും. അതെ, സംഹാരകൻ നമ്മോട് അടുക്കാതിരിക്കുവാൻ. നമ്മുടെ ചർച്ചിൽ നിന്ന് ഒരു സഹോദരൻ്റെ ഒരു സർജറി ഇന്നലെ കഴിഞ്ഞു, ഒരു ഹാർട്ടിൻ്റെ സർജറി. ഞാൻ ഇന്ന് അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം നന്നായിരിക്കുന്നു, ബ്രദർ ചന്ദ്രദാസ് നന്നായി സംസാരിച്ചു. എന്നോട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, നേരത്തെ ഞാൻ അറിയുന്നത്
2 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. 2 മിനിറ്റ്. സർജറി എല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ഇഫ് യു ആർ ലേറ്റ് ബൈ 2 minutes 120 സെക്കൻഡ് നീ കഴിഞ്ഞേനെ. ആ ക്രിട്ടിക്കൽ ടൈമിൽ ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ സാം എന്നോട് ഡോക്ടർ പറഞ്ഞത് ഐ കനോട്ട് ഡു മച്ച് ബിക്കോസ് ഈസ് ഓൾമോസ്റ്റ് ഗോൺ. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ സർജറി തുടങ്ങുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സേവ് ഹിം ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഓവർ. അങ്ങനെ പറഞ്ഞാണ് ഡോക്ടർ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പിന്നെ റിക്വസ്റ്റ് ചെയ്തു, നാച്ചുറലി എനി സൺ വിൽ ഡു ദാറ്റ്, ഹി ഷുഡ് ഡു, വി അപ്രീഷിയേറ്റ് ഹിം ഫോർ ഇറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു. ഡോക്ടർ സംഹൗ സേവ് മൈ ഫാദർ. അദ്ദേഹം ഒരു പ്രീ റിക്വസിറ്റ് കണ്ടീഷൻ പലതും അവോയ്ഡ് ചെയ്തുകൊണ്ട് എമർജൻസി ആയിട്ട് സർജറി നടത്തിയാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞത് ഗ്യാപ്പ് ഓഫ് 2 minutes അല്ലെങ്കിൽ പോയനെ എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ രക്തം നമ്മുടെ മേൽ കാണുന്നത് കൊണ്ടാണ് ടൈമിന് സർജറി ചെയ്യുക, അല്ലെങ്കിൽ ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തുക, ടൈമിന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടുക, ടൈമിന് നടക്കുക, ആരെങ്കിലും കാണുക, ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുന്നത്. സംഹാരകൻ അടുത്താൽ ഈ രക്തം എൻ്റെ മേൽ കാണുകയാൽ താൻ കടന്നുപോകും, നിശ്ചയം ഞാൻ ഭദ്രമായിരിക്കും. അതാ രക്തം കൊണ്ടാണ്. ഇനിയും രണ്ടാമത്തേത്, മോശ 7 പെരുന്നാളുകൾ കൊടുത്തത് കാണാം. 7 പെരുന്നാളുകളും ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ക്രിസ്തുവിൻ്റെ ഒരു ഉപമയായിട്ടാണ് കാണുന്നത്. 7 പെരുന്നാളുകൾ കാണാം. 7 പെരുന്നാളുകളും ഉത്സവങ്ങൾ 7 ക്രിസ്തുവിൻ്റെ ഓരോ നിഴലായിട്ടാണ് കാണാവുന്നത്. ഞാനത് എല്ലാം വിശദീകരിക്കാൻ ഒക്കത്തില്ല, കാര്യം ദിവസങ്ങളെടുക്കും അത് വിശദീകരിച്ച് തീരണമെങ്കിൽ. അതുകൊണ്ട് ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് തൊടാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ മരണത്തിൻ്റെ തൊട്ട് തലേ പെരുന്നാളിനാണ് പോയത്. 7 പെരുന്നാളുകളുള്ളതിലെ ഒടുക്കത്തെ പെരുന്നാളാണിത്. ഒടുക്കത്തെ പെരുന്നാൾ. അതിൻ്റെ ആ പെരുന്നാളിന് ഞാൻ ഇപ്പം വരുന്നില്ലെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ നേരത്തെ വിട്ടു. എന്നിട്ട് യേശു ഒറ്റയ്ക്ക് വന്ന് ക്രൗഡിനകത്ത് കയറി. രസമുണ്ട്. യേശുവിൻ്റെ സഹോദരന്മാർ, സ്വന്തം രക്തബന്ധങ്ങൾ ഈ സമയത്ത് യേശുവിൻ്റെ അടുക്കൽ വന്നു. രക്തബന്ധങ്ങളെന്ന് ഞാൻ പറയുന്നത് അമ്മ മുഖേനയുള്ള ഒരു രക്തബന്ധവുമല്ല, പക്ഷെ അമ്മയോടുള്ള ബന്ധം, അമ്മയോട് രക്തബന്ധമുള്ളവരും വളർത്തച്ഛനായ ജോസഫിനോട് ബന്ധമുള്ളവരും. ക്രിസ്തുവിനോട് ഡയറക്റ്റ്ലി രക്തബന്ധമുള്ള ഒരാൾ പോലും ഇല്ല, പിതാവാം ദൈവമല്ലാതെ. ബാക്കിയെല്ലാം അപ്പനോടും അമ്മയോടുമുള്ള രക്തബന്ധങ്ങൾ. എന്നാൽ യേശു അവരെ സഹോദരങ്ങളായി പോലെ സഹോദരങ്ങൾ എന്നവണ്ണം പരിഗണിച്ചിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ സഹോദരന്മാർ തന്നെ എന്ന് യേശു ക്രിസ്തു എടുത്തു പറയുന്നത്. ഈ സഹോദരന്മാർ പറഞ്ഞറിയാമോ, എടവുവേ നീ ഗ്രാമത്തിൽ കിടന്ന് കറങ്ങാതെടാ, പരസ്യമാകാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യമായി ഒന്നും ചെയ്യുന്നില്ല, നീ ഇറങ്ങി ചിലരുടെ പെരുന്നാൾ നടക്കുക പോകാനാണ് പറഞ്ഞത്. കാര്യം അവിടെ ഇട്ടാരേലും തട്ടട്ടാന്നൊരു ആശയം ഇതിനകത്തുണ്ട്. യേശുവിനെ കൊന്നുകളയാൻ വേണ്ടി യഹൂദന്മാർ ഓൾറെഡി കൂട്ടുകെട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് രഹസ്യമായിട്ടൊന്നും ചെയ്യണ്ട, നീ ഇറങ്ങി പരസ്യമായിട്ട് പോകും, അവിടെ പോയി നിന്നെ ആരെങ്കിലും തട്ടട്ടെന്ന്. ദാവീദിനെ സിംഹങ്ങളും കരടികളും തിന്നുകളയേണ്ടതിന് വേണ്ടി ആട് തീറ്റാൻ സഹോദരന്മാർ ഭവനത്തിൽ നിന്നും നിർബന്ധിച്ച് വിട്ടതുപോലെ യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാർ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശുവിനെ നിർബന്ധിച്ചു. പരസ്യമാകാൻ ഇച്ഛിക്കുന്നവൻ രഹസ്യമായി ഒന്നും ചെയ്യാറില്ല, പോകാൻ പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ പെരുന്നാളിന് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞാൽ താൻ പോകുന്ന വിവരം കഴിവുള്ളിടത്തോളം രഹസ്യമായിരിക്കുവാൻ, സമയത്തിന് മുന്നമേ ആരും അറിയാതിരിക്കേണ്ടതിന്. യേശു തൻ്റെ ശിഷ്യന്മാരോട് അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ ഒടുക്കത്തെ ദിവസമായ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളായപ്പോൾ, അവസാന ഉത്സവത്തിൻ്റെ അവസാന സമയം, സാക്ഷാൽ ഉത്സവങ്ങളുടെ ആകെ സ്വരൂപമായ യേശു പ്രത്യക്ഷപ്പെട്ട ഒരൊറ്റ വിളിയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് യേശു വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു എന്ന് അവിടെ തന്നെ എടുത്തു പറയുന്നുണ്ട്. സാഹചര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് മുമ്പെയൊക്കെ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ പറഞ്ഞ് യഹൂദ ബാലകന്മാർ പറഞ്ഞ് കൺഫേം ചെയ്ത ചരിത്രമാണ്. ഈ അയഞ്ഞ വസ്ത്രം ധരിച്ചും കൊണ്ട് മാത്രമേ പെസഹ കഴിക്കാൻ ഇരിക്കത്തുള്ളൂ എന്നും, അവരുടെ ആഹാരങ്ങൾക്ക് പൊതുവെ അവർ കുടുംബം ഒരുമിച്ച് ഒരു ഭക്ഷണത്തിനിരിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങളിട്ട് മാറോട് മാറി ചാരി പയ്യെ ഇരുന്ന് കഴിക്കത്തുള്ളൂ എന്നവർ പറഞ്ഞത് അവരുടെ സമ്പ്രദായമാണ്. എന്നാൽ ഇത് അത്രയും കൺഫേംഡ് അല്ല. ഞാൻ വ്യക്തമായി കേട്ടിട്ടുള്ളത്, ശീലോഹാം കുളത്തിൽ വെട്ടിയിരിക്കുന്ന ശീലോഹാമിൽ വെട്ടിയിരിക്കുന്ന പാറയിൽ വെട്ടിയിരിക്കുന്ന ശീലോഹാമിലെ കുളത്തിലേക്ക് മഹാപുരോഹിതൻ ഇറങ്ങും. അദ്ദേഹം ഇറങ്ങി നിന്ന്
ഒരു സ്വർണ്ണ തളികയ്ക്കകത്തൊരല്പം വെള്ളമെടുത്ത് കുടിക്കും. താൻ ഇറങ്ങുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്ത് താൻ കുളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ അതിൻ്റെ സ്റ്റെപ്പ്. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്പം വെള്ളം ഒരു പൊൻപാത്രത്തിലെടുത്ത് അദ്ദേഹം കുടിക്കും തൻ്റെ ദാഹത്തിന് വേണ്ടി. എന്നിട്ട് ഈ കൈ കൊണ്ട് ആ ബാക്കി മിച്ചമുള്ള വെള്ളമെടുത്ത് ജനത്തിൻ്റെ മേൽ ആഞ്ഞു കുടയും. ഈ സാഹചര്യത്തിലാണ് യേശു പടിഞ്ഞാറേ അറ്റത്ത് പ്രത്യക്ഷനാകുന്നത്. കിഴക്കേ അറ്റത്ത് മഹാപുരോഹിതൻ നിൽക്കുക, ജനം മുഴുവൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക. ആ സമയത്താണ് യേശു അവിടെ ചെല്ലുന്നത്. പടിഞ്ഞാറേ അറ്റത്ത് ചെന്നിച്ച് മഹാപുരോഹിതനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു പദമുണ്ട്. ഈ ജനത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്ന ആളാണ് മഹാപുരോഹിതൻ. ആ ജനത്തെ പ്രതിനിധീകരിക്കുന്ന മഹാപുരോഹിതൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ പെരുന്നാളുകളെക്കുറിച്ച് പറയുമ്പോൾ അവസാന പെരുന്നാളിൻ്റെ അവസാന ദിവസം സാക്ഷാൽ പെരുന്നാളുകളുടെ ആകത്തുകയായ ക്രിസ്തു നിന്നുകൊണ്ട് മഹാപുരോഹിതൻ്റെ അരികിൽ നിന്ന് ജനത്തെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നതായി കാണാം. താൻ കൊടുക്കുന്ന വെള്ളം, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. അത് യേശു ശമര്യക്കാരത്തോട് പറഞ്ഞതാണ്. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കാതെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ജീവനുള്ള നദിയായി ദൈവത്തിങ്കിലേക്ക് ഉയരും, സ്വർഗത്തിലേക്ക് ഉയരും. അങ്ങനെ ഉയരുന്ന നദികളിലാണ് നമ്മെ ആക്കിയത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3, പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ചെങ്കടൽ കടക്കുന്ന സംഭവം സ്നാനത്തിനൊരു മുൻകുറിയായി ക്രിസ്തുവിനോട് ചേരുന്നതിന് തുല്യമായി പുതിയ നിയമം പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ജനം ചെങ്കടലിൽ ഇറങ്ങിക്കയറി. അവർ ചെങ്കടലിൽ ഇറങ്ങിക്കയറുമ്പോൾ അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെയായിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതുന്നതായി കാണാം. രണ്ടായാലും പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടൽ കടക്കുന്നത് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതിൻ്റെ നിഴലായി പുതിയ നിയമം ചിത്രീകരിക്കുന്നു. അങ്ങനെ ഒന്നാമത്തേത് മോശ തന്നെ യേശുവിൻ്റെ നിഴലായിരുന്നു. രണ്ടാമത്തേത് മോശ കൊടുത്ത 7 പെരുന്നാളുകൾ യേശുക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. മൂന്നാമത്തേത് പഴയ നിയമത്തിലെ ചെങ്കടൽ പുതിയ നിയമത്തിലെ സ്നാനത്തിന് തുല്യമായി മോശയോട് ചേർന്നത് യേശുവിനോട് ചേരുന്നതിന് തുല്യമായി പഠിപ്പിക്കുന്നുണ്ട്. 4, മന്ന. പഴയ നിയമത്തിൽ മോശ ജീവൻ്റെ അപ്പമെന്നറിയപ്പെടുന്ന മന്ന കൊടുത്തു. കർത്താവ് യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് മന്ന തന്നത്, മോശയല്ല. സാക്ഷാൽ ജീവൻ്റെ അപ്പം ഞാനാകുന്നു, എന്നെ വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഈ യേശു പല പ്രസ്താവനകളും പറഞ്ഞു കേട്ടോ. അതിനകത്ത് ഒന്നാണ് ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞത്. ഒരു കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫാസ്റ്റർ KV ജോൺസൺ, ദൈവം നിത്യതയിൽ വിശ്രമിക്കുന്നു. അച്ഛനാണ് ആദ്യം ആശയം പറഞ്ഞ് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞു, യേശു എന്തെങ്കിലും ഒരു പ്രസ്താവന പറഞ്ഞെങ്കിൽ അത് ഉറപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ സാക്ഷാൽ ജീവൻ്റെ അപ്പമാകുന്നു. അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങളിലോട്ട് അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തീകരിക്കുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ താൻ പ്രൂവ് ചെയ്തു. താൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ മുന്തിരിവള്ളിയാകുന്നുവെന്ന് പറഞ്ഞ കർത്താവ് കൽപ്പാത്രത്തിനകത്ത് നിറച്ച വെള്ളം കോരി ഇപ്പോൾ വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി താൻ തന്നെ അതാം തെളിയിച്ചു. കർത്താവ് നമ്മളോട് എന്തേലും പറഞ്ഞാൽ തെളിയിക്കും, എന്ത് പറഞ്ഞാലും തെളിയിക്കും. വാക്കുമാറാത്ത ദൈവം വിശ്വസ്തൻ. ഓക്കെ. 5, പഴയ നിയമത്തിൽ മോശ ഉണ്ടാക്കിയ ടാബർനാക്കിൾ, ഒരു വലിയ അളവിൽ ആ പഴയ സമാഗമന കൂടാരം, പിന്നത്തേതിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റായി വന്ന ദേവാലയം, ഇത് രണ്ടും മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിഴലുകൾ. പഴയ നിയമത്തിലെ ദേവാലയത്തിലാണ് ദൈവവും ജനവുമായി അറിയുന്നത്. നിങ്ങൾ എനിക്കൊരാലയം പണിയണം, ഞാൻ അവിടെ വന്ന് എൻ്റെ ജനത്തെ കാണും, എൻ്റെ ജനത്തോട് സംസാരിക്കും. അത് കർത്താവ് പറയുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ആലയത്തിൽ മാത്രമേ ക്രിസ്തു വരത്തുള്ളൂ. ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ല, എനിക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല എന്നൊക്കെ അക്ഷരീയ കണ്ണുകൾ കൊണ്ട് കാണാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അക്ഷരീയ കണ്ണുകൊണ്ട് ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. ദർശനം കണ്ടിട്ടുണ്ട്, വെളിപ്പാട് കണ്ടിട്ടുണ്ട്, അതിനൊക്കെയായി സ്തോത്രം. പക്ഷേ ഞാൻ എൻ്റെ അക്ഷരീയ കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിട്ടില്ല. കാണണമെന്ന് എനിക്ക് ആശയമുണ്ട്. ദൈവത്തെ പോയിട്ടൊരു ദൂതനെ പോലും ഞാൻ അങ്ങനെ ക്ലോസായി കണ്ടിട്ടില്ല. കാണണമെന്ന് എനിക്ക് വലിയ ആശയമുണ്ട്. കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കുറച്ച് നാളൂടെ കാണും, നിശ്ചയമായിട്ടും ഉണ്ട്, തീർന്നില്ലല്ലോ, ഇന്ന് ഞാൻ ഇരിക്കുകയല്ലേ. അങ്ങനെ ഈ തീരുന്നതിന് മുമ്പേ അതിന് ദൈവം എനിക്കൊരു അവസരം തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, തരണേ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിലെ ടാബർനാക്കിൾ ദൈവത്തെ മനുഷ്യരെയും തമ്മിൽ കൂട്ടിയിണക്കുന്നതാണ്. ദൈവത്തിന് മനുഷ്യനെ കാണണ്ടപ്പോൾ സമാഗമന കൂടാരത്തിൽ വരും. അതിനാണ് നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞ് അവരുണ്ടാക്കി. പക്ഷെ അതിനൊക്കെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അതിഭയങ്കരമാണ്. ഞാൻ പറയുന്ന പ്രമാണപ്രകാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ കാണാനൊക്കത്തുള്ളൂ, അവിടെ മാത്രമേ ഞാൻ വരത്തുള്ളൂ. നിനക്കിഷ്ടമുള്ളതുപോലൊരു ദേവാലയം ഉണ്ടാക്കിയാൽ അതിനകത്ത് ഞാൻ വരത്തില്ല, എന്നെപ്പോലൊരു ദൈവം വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അളവുകളിൽ, ക്രമത്തിൽ, മാതൃകയിൽ അതുണ്ടാക്കണം. ഉണ്ടാക്കുന്നത് മാത്രമല്ല, കിഴക്ക് വശം ആദ്യം നിവൃക്കണോ പടിഞ്ഞാറ് വശം ആദ്യമോ നിവൃക്കണം എന്ന് വരെ കണ്ടുപിടിക്കേണ്ടതിന്. ഒരു തൂണ് എത്ര ഡിഗ്രിയാണ് ആദ്യം ഉയർത്തേണ്ടത്, കയറുകൾ മുറിക്കിയ ശേഷം എത്ര ഡിഗ്രിയാണ് ഉയർത്തേണ്ടത്, ഇതെല്ലാം കാണിക്കാൻ മാതൃക കാണിച്ച് മോശയെ പഠിപ്പിച്ചാ വിട്ടത്. ഇറ്റ് ഈസ് നോ എക്സ്ക്യൂസ് ദെയർ, നോ എക്സ്ക്യൂസ്. അതുപോലെ കാണിച്ച് പഠിപ്പിച്ച പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ അവയെ ഉണ്ടാക്കണം എന്ന് മോശയോട് എടുത്തു പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവം കൽപ്പനകൾ കൊടുക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ കയ്യിലാണ്. തന്നെ മൂന്നാം സ്വർഗം വരെ കൊണ്ടുപോയി. ദ ഓർഡിനൻസ് ദാറ്റ് വാസ് ഗിവൺ ബൈ ദ ഏഞ്ചൽസ്, ദൂതന്മാർ മുഖേന കൊടുത്തതായ ദൈവത്തിൻ്റെ കൽപ്പന. അതിൻ്റെ അർത്ഥം കൽപ്പിച്ചത് ദൂതനെന്നല്ല, ആ കൽപ്പന ഒന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അത് ദൂതന്മാരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അങ്ങനെ ദൈവിക കൽപ്പനകൾ എല്ലാത്തിനും ഡെമോൺസ്ട്രേഷൻ ഉള്ളതാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൽപ്പന കൊടുക്കുന്നത്. നീ ഇങ്ങനെ എനിക്കൊരാലയം ഉണ്ടാക്കണം, ആ ആലയത്തിനകത്ത് എൻ്റെ ജനത്തിന് കാണേണ്ടതിന് ഞാൻ ഇറങ്ങി വരും. ആ ടാബർനാക്കിൾ യേശു ക്രിസ്തുവിനെ ഡയറക്റ്റ് കുറിക്കുന്നു. മാത്രവുമല്ല, അതിനകത്ത് പല കാര്യങ്ങളും ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ഒരു ലോക്കൽ ഏരിയയിൽ ദൈവദിനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയുടെ കാറ്റടിച്ച് ദേവാലയത്തിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് കെട്ടുപോകാതിരിക്കേണ്ടതിന് മരുഭൂമിയിൽ തന്നെ 48 പലകകൾ വെച്ച ഒരു കൂടാരമുണ്ടാകണം. 48 പലകകളുടെ കടമ തമ്മിൽ ഗ്യാപ്പിടാതെ ആ കാറ്റിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നിൽക്കണം. സഭയ്ക്കകത്ത് ദൈവസഭയുടെ മെമ്പേഴ്സിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാഗമന കൂടാരത്തിന് നേരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാകണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. സമാഗമന കൂടാരത്തിന് നേരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാകണം. ആ പലകയ്ക്ക് വളയാനും ചരിയാനും ഒക്കത്തില്ല. നിയമം അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനൊക്കത്തില്ല. ഇന്ന് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപക്ഷെ പലത് കണ്ടേക്കാം. ഒന്നിനകത്ത് എനിക്ക് മെമ്പർഷിപ്പുണ്ട്. എനിക്ക് കിട്ടിയ മെമ്പർഷിപ്പിനകത്ത് ഒരു സായിപ്പ്, ഒരു വൈറ്റ് മാൻ നടത്തുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നത് ഈസ് ഇറ്റ് നോട്ട് ക്രൂവൽ, ഈസ് ഇറ്റ് നോട്ട് ഹാർഷ്? നമ്മൾക്ക് അവരോട് കരുണ തോന്നണ്ടേ? ഷാൽ വി നോട്ട് ബി കൺസിഡറബിൾ ടു ദം? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, ഐ ഹാവ് മേഴ്സി, ഐ ഹാവ് ലവ്, ബട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ബൈബിൾ ഈസ് ഗ്രേറ്റർ. എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല. ബൈബിൾ പ്രിൻസിപ്പിളിൻ്റെ വെളിയിലോട്ടിറങ്ങി ഒരു കരുണയും കാണിക്കാനൊക്കത്തില്ല. ബിക്കോസ് ഐ വിൽ ബി ജഡ്ജഡ് വൺ ഡേ. ഐ ആം അക്കൗണ്ടബിൾ ടു ഗോഡ് ഓൾമൈറ്റി, ഹു ഈസ് മൈ സീനിയർ പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പദം അതാ, മൈ ഗ്രേറ്റ് ഷെപ്പേർഡ്. ഐ ആം ആൻസറബിൾ ടു മൈ ഗ്രേറ്റ് ഷെപ്പേർഡ് ആൻഡ് ഐ കനോട്ട് ഡു മോർ ദാൻ ദിസ്. പാപം ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. സമാഗമന കൂടാരത്തിന് നേരെ നിൽക്കുന്ന 48 പലകകൾ വേണം. പലകകൾ തമ്മിൽ ഒരു അകലിച്ചയിടാതെ. അവൻ വന്നവിടെ ഇരിക്കുന്നു, അവൻ അതിലേ പോട്ടെ, എനിക്ക് അവനെ ഇഷ്ടമല്ല മോനെ. നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പിൽ കൂടെ കാറ്റടിക്കും, വിളക്കിന് നേരെയാകും, സഭയുടെ വിളക്ക് കെട്ടുപോകും. എത്രയോ സഭകളുടെ വിളക്ക് കെട്ട് കാണാം. കാര്യം എത്രയോ പേര് തമ്മിൽ ശല്യമാണ്, നമുക്കറിയാം. അതില്ലാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ദേവാലയത്തിൽ പലകകളുണ്ട്. അത് ശുശ്രൂഷകളെയും ശുശ്രൂഷകന്മാരെയും ഉപദേശങ്ങളെയും പലതും കുറിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 6, പുറപ്പാട് പുസ്തകത്തിലെ മഹാപുരോഹിതൻ പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ്. ഞാൻ ടൈപ്പോളജി കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ടൈപ്പോളജിയായി, മാതൃകകളായി, നിഴലുകളായി പഴയ നിയമത്തിനകത്തുള്ള പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിലുള്ള സംഭവങ്ങളാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഒരു മഹാപുരോഹിതനെ കാണാം. അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനാകുന്ന യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുക. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകയാൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. അതുകൊണ്ട് സദാസമയവും കൃപാസനത്തെങ്കിലേക്കുള്ള വാതിൽ ക്രിസ്തു മുഖേന നമുക്ക് തുറന്നിട്ടിരിക്കുകയാണ്. നമുക്കവിടേക്ക് കയറി ചെല്ലാം. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം കാളകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ തൻ്റെ സ്വന്തം പാപത്തിന് തന്നെ പരിഹാരം വരുത്തിക്കൊണ്ട് കയറി ചെല്ലുമ്പോൾ, ഇന്ന് ഇതിനകത്ത് വരുന്ന ദൈവപൈതലിൻ്റെ പ്രത്യേകത, നാം അതിനേക്കാൾ ശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. പാപികളുടെ മേൽ തളിക്കപ്പെടുന്ന, ജനത്തിൻ്റെ മേൽ തളിപ്പിക്കപ്പെടുന്ന പശുഭസ്മത്തിനും രക്തത്തിനും ജഡീക ശുദ്ധി വരുത്തുവാൻ മാത്രം കഴിഞ്ഞിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ദൈവപൈതലിനെ ആത്മശുദ്ധീകരണത്തോടെ കടന്നു വിടുവാൻ, വ്യത്യാസം മനസ്സിലാകണം. നമുക്കങ്ങ് തോന്നിയ പോലെ കയറി ചെല്ലാമെന്നല്ല. നോ, യു ഹാവ് ടു റിന്യൂ യുവർ മൈൻഡ്. നമ്മുടെ ഹൃദയങ്ങളെ രൂപീകരിച്ചു കൊണ്ട് വേണം പോകുവാൻ. നമ്മുടെ ഹൃദയങ്ങൾ രൂപീകരിക്കപ്പെടുവാൻ, ആശയങ്ങൾ തിരുത്തി എഴുതുവാൻ നമുക്ക് കഴിയണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരാൾ അയൽവക്കത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പഴയ കഥയാണ്. ഒരു കോഴിയെ പിടിച്ചയക്ക് വാട്ട് ഈ കോൾ കോഴിയിറച്ചി തിന്നാനൊരു കൊതി വന്നപ്പോൾ അയൽവക്കത്തെ കോഴി ഈ പറമ്പിലോട്ട് കയറി പോലും. അങ്ങനെ അടുത്തടുത്ത പുരയിടങ്ങളിൽ കോഴി കയറുന്ന പതിവൊക്കെ ഉണ്ട്. അതിനെ പിടിച്ച് കശാപ്പ് ചെയ്തു, അങ്ങ് തിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിക്കൊരു ചെറിയ കുറ്റബോധം പോലെ ഉണ്ടാകുന്നത്. അങ്ങനെ വന്നപ്പോഴേ പുള്ളിക്കാരൻ പിറ്റേ ആഴ്ച കുമ്പസാരിക്കാനായി പോയ സമയത്ത് ആ കുമ്പസാരിപ്പിക്കുന്ന പ്രീസ്റ്റിനോട് ഇങ്ങനെ പറഞ്ഞു പോലും, എനിക്കൊരു അബദ്ധം പറ്റി, ഞാനിങ്ങനെ ഒരു പൂവൻകോഴിയെ പിടിച്ചു, തിന്നുകളഞ്ഞു, പൊറുക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, 1 രൂപ പിഴയടയ്ക്കാൻ പറഞ്ഞു. നീ ചെയ്ത പാപത്തിന് 1 രൂപ പിഴയടയ്ക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരൻ നേരെ 2 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ 2 രൂപ കൊടുത്താൽ പറഞ്ഞു, അല്ലടാ 1 രൂപ എന്നാ പറഞ്ഞു. അല്ല ചോ, അതിനകത്ത് കാര്യം ഒരു കോഴിയും കൂടെ ഉണ്ട്, അതിനെ കൂടെ പിടിക്കാനാണ്. അപ്പോൾ ഒരു കോഴിക്ക് 1 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഭയങ്കര ലാഭമാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു. മോനെ, ആ ശുദ്ധീകരണത്തിൻ്റെ കാര്യമല്ല, ഹൃദയം റിന്യൂ ചെയ്. യുവർ മൈൻഡ് ബി റിന്യൂഡ്, യുവർ തോട്ട്സ് ടു ബി റിന്യൂഡ്. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൻ്റെ പ്രത്യേകത അതാണ്. ചെയ്യരുതാത്തത് ഇനി വേണ്ട, എനിക്കത് വേണ്ട എന്ന് സ്വയം തോന്നുക. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നത് ഉപേക്ഷിക്കുമെന്ന്. നോ, പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ റിന്യൂ ചെയ്തതുകൊണ്ട് ഉപേക്ഷിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് തത്സമയത്ത് കൃപ ലഭിക്കാനും ധൈര്യത്തോടെ കൃപാസനത്തോടടുത്തിയല്ല. ആണ്ടിൻ്റെ ഏത് സമയത്തും ഏത് മിനിറ്റിലും, ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ നേരെ ദൈവത്തോട് അടുക്കേണ്ടവർക്ക് അടുത്തു വരാം, ഒരു റിന്യൂവിങ്ങോടുകൂടെ. എബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 12 വരെ വാക്യം കൂടെ വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമുക്ക് ആ വീണ്ടെടുപ്പ് കർത്താവ് തന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ 6 ടൈപ്പോളജികൾ ഞാൻ എടുത്തു കഴിഞ്ഞു. 1-ാമത്തേത് മോശ തന്നെയായിരുന്നു. 7-ാമത്തേത് പഴയ നിയമത്തിലെ തിരശ്ശീല. പഴയ നിയമത്തിലെ തിരശ്ശീല പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. നീലനൂൽ, ചുവപ്പുനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിങ്ങനെ 4 വർണ്ണങ്ങളുള്ള തിരശ്ശീലകൾ ദേവാലയത്തിൽ തൂക്കണം. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന 1-ാം തിരശ്ശീലയും വിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും തമ്മിൽ വേർതിരിക്കുന്ന 2-ാം തിരശ്ശീലയും. ദയവായി ശ്രദ്ധിച്ചാലും എൻ്റെ മുമ്പിലിരിക്കുന്ന ബൈബിൾ തൽക്കാലത്തേക്ക് വിശുദ്ധ സ്ഥലമെന്നിരിക്കട്ടെ. ഇതിനിപ്പുറം റൈറ്റ് സൈഡ്, എൻ്റെ റൈറ്റ് സൈഡിലോട്ട്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ട് അതിപരിശുദ്ധ സ്ഥലമാണെന്നും ഇരിക്കട്ടെ. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന 1-ാം തിരശ്ശീല. 2, വിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും തമ്മിൽ വേർതിരിക്കുന്ന 2-ാം തിരശ്ശീല. ഒത്തിരിയും കൂടെ വെളിയിൽ, പ്രാകാരത്തിൻ്റെ വെളിയിലോട്ട് മാറി മെയിൻ ഡോറിനരികിൽ ഒരു തിരശ്ശീലയുണ്ട്. അതിനെ 3-ാം തിരശ്ശീല. 1-ാം തിരശ്ശീലയെ ഇസ്രായേൽ ജനം വഴി എന്ന് വിളിച്ചു. 2-ാം തിരശ്ശീലയെ ഇസ്രായേൽ ജനം സത്യമെന്ന് വിളിച്ചു. അതർ വേ റൗണ്ട്. ഏറ്റവും വെളിയിലുള്ള മെയിൻ ഗേറ്റിൻ്റെ അടുക്കലുള്ള തിരശ്ശീലയെ ഇസ്രായേൽ ജനം വഴി എന്ന് വിളിച്ചു. 2-ാമത്തെ തിരശ്ശീലയെ അവർ സത്യമെന്ന് വിളിച്ചു. വഴിയും സത്യവും.
നമ്പർ 1 തിരശ്ശീലയെ, ദേവാലയ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്നതിനെ ജീവൻ എന്ന് വിളിച്ചു. യേശു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ തിരശ്ശീല ഞാൻ തന്നെയാണ്. 4 നിറമുള്ള ഈ തിരശ്ശീല ക്രിസ്തുവിൻ്റെ 4 സ്വഭാവത്തെ കുറിക്കുന്നതാണ്. ഇത് തന്നെയാണ് 4 സുവിശേഷങ്ങൾ ക്രിസ്തുവിൻ്റെ 4 പ്രത്യേക ശുശ്രൂഷ മെത്തേഡുകളെ വർണ്ണിക്കുന്നതാണ്. യേശുവിനെ രാജാവായി വർണ്ണിക്കുന്ന മത്തായി മുതൽ നിത്യതയിലെ ദൈവമായ ആയവൻ എന്ന് വിശദീകരിക്കുന്ന യോഹന്നാൻ വരെ 4 പേരും യേശുവിനെ വിശദീകരിക്കുന്നുണ്ട്. 4 സ്വഭാവത്തിൽ, 4 രൂപത്തിൽ ആ 4 നിഴലുണ്ടായിരുന്ന ആ തിരശ്ശീലകൾ. ഇനിയും ഈ തിരശ്ശീലകൾ തൂക്കിയിട്ടിരിക്കുന്നത് ഖദിരമരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട 5 തൂണുകളിന്മേലാണ്. ഓരോ തൂണും ഓരോ ശുശ്രൂഷയെ കാണിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ 5 ശുശ്രൂഷകളാണുള്ളത്. നമ്മളൊക്കെ പോകുന്നത് ദേവാലയം അത് തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ, ദേവാലയം തന്നെയാണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് ടെസ്റ്റ് മെത്തേഡ്സ് ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിൻ്റെ 5 ശുശ്രൂഷകന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അധ്യാപകന്മാർ 5 പേരാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അധ്യാപകന്മാർ. 5 പേരുടെയും ജോലി ഒന്നാ, ക്രിസ്തുവിനെ ഉയർത്തുക. പക്ഷെ 5 രീതിയിലാണ്. അപ്പോസ്തലനാണ് അതിലെ തമ്പ്, അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് പ്രവാചകനാണ്. എന്തെങ്കിലും ഒന്ന് ചൂണ്ടിപ്പറയണമെങ്കിൽ തേണ്ട നീയാണ് ആ കുറ്റക്കാരൻ, നീയാണ് ആ പാവി, നിന്നിലുള്ള ഇന്ന സ്വഭാവമാണ് എന്ന് പറയുവാൻ ചൂണ്ടുപറയുന്ന ആ ജോലി പ്രവാചകൻ്റെ വകയാണ്. ഏറ്റവും നടുക്കത്തെ വിരലാണ് ഉയരം കൂടിയ വിരൽ. വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഈ 3 വിരലുകൾ തമ്മിൽ നോക്കിയാൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും നടുക്കത്തെ വിരൽ അല്പം കൂടെ ഉയർന്നതാണ്. അതാണ് സുവിശേഷകൻ. സുവിശേഷകനാണ് ഏറ്റവും പ്രധാനിയായ ആളുകളെ കർത്താവിലേക്ക് വിളിക്കുക. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ക്രിസ്തുവിലേക്ക് ജനത്തെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അത് നമ്മുടെ ജോലിയാണ്. എങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിനെ ഉയർത്തുന്നുള്ളൂ. അടുത്തത് പാസ്റ്റേഴ്സ്, ഇടയൻ. ഏറ്റവും ഒടുവിലത്തേത് അധ്യാപകൻ. ഒരു കർത്താവിദാസൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ചെവിക്കകത്തൊരു ചൊറിച്ചിലുണ്ടായാൽ നേരെ ഈ ചെറിയ വിരലാകത്തിടുന്ന കാര്യം ഇതങ്ങ് അകത്തോട്ട് കയറുന്നതാണ്. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത മനുഷ്യൻ്റെ അകത്തോട്ട് തുളച്ചു കയറുന്നതാണ്. ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും തുളച്ച് കയറുന്നത് വരെ അകത്തു പോകുന്ന ദൈവത്തിൻ്റെ വചനം, മൈന്യൂട്ടായ പ്രശ്നങ്ങളെ വരെ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ വചനത്തെ 5ാമത്തെ വിരലിനോടും ഉപമിക്കുന്നതായി കാണാം. അങ്ങനെ 5 വിധ ശുശ്രൂഷകന്മാർ ചേർന്ന് 4 വർണ്ണങ്ങളുള്ളതായ, 4 സ്വഭാവങ്ങളുള്ളതായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന തിരശ്ശീലയും പഴയ നിയമത്തിലെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത് ക്രിസ്തുവിനെ തന്നെ കാണിക്കുന്നു. തിരശ്ശീല. ഇനിയും ഈ തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം 2ആയി ചീന്തി. ഒരു പുതുവഴി ക്രിസ്തുവിലേക്ക് തുറക്കുവാൻ യേശു തൻ്റെ ശരീരമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് വേണ്ടി ഒരു വഴി ഉണ്ടാക്കി എന്ന് കാണാം. ഞാനൊരല്പം കൂടെ വേഗത്തിൽ പോട്ടെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ താക്കോൽ ആശയം റിഡംഷൻ, വീണ്ടെടുപ്പാണ് ഇതിൻ്റെ പ്രധാന ആശയം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, നിനക്ക് സന്തതിയെ തരുമെന്ന്. ആ സന്തതി ജനിച്ചു പരക്കണമെങ്കിൽ ഒരു ശിശുവിന് ജനിച്ചു വളരേണ്ടതിന് ഒരമ്മയുടെ ഉദരം ആവശ്യമുള്ളതുപോലെ ഈജിപ്റ്റ് ദൈവം തിരഞ്ഞെടുത്തു. ഈജിപ്തിൽ വെച്ച് യോസഫിൻ്റെ നേതൃത്വത്തിൽ ജനത്തെ അവിടെ കൊണ്ടുപോയി അവരെ പാർപ്പിച്ചു. പിന്നത്തേതിൽ ദൈവം അവരെ വളർത്തി വലുതാക്കി. നല്ല പ്രസവ വേദനയോടെ അവരെ പ്രസവിച്ചു. ആരംഭത്തിൽ ജനമാ പ്രസവ വേദനപ്പെട്ടത്. ഊഴവിചാരകന്മാരുടെ അടി കൊണ്ട് വല്ലാതെയായിട്ടാണ് അവരവിടുന്ന് പുറത്തു വരുന്നത്. 2ാമത് പ്രസവ വേദനപ്പെട്ടത് മിസ്രയീമാണ്. 10 ബാധകൾ കൊണ്ടാണ് ദൈവം അവരെ ബാധിച്ചത്. നന്നായി അവരുടെ ആദ്യജാതന്മാരുടെ മരണം വരെ അവർ കണ്ടു. ഒടുവിൽ ചെങ്കടലിൽ അവരുടെ മിക്കവരും സൈന്യം എല്ലാം പോയി. അങ്ങനെ വലിയ പ്രസവവേദനയോടുകൂടെ അവർ പുറത്തു വന്നു. റിഡംഷൻ എന്നതാണ് 1ാമത്തെ ആശയം പുറപ്പാട് പുസ്തകത്തിൻ്റെ. 2ാമത്തെ താക്കോൽ ആശയം എ കവനന്റ് റിലേഷൻ വിത്ത് ഗോഡ്. ഞാൻ നിൻ്റെ ദൈവമാണ്, എന്നോടുകൂടെ നിൽക്കുക, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, അന്യദൈവത്തിൻ്റെ യാതൊന്നും നിനക്ക് പാടില്ല. ഈ വേദപുസ്തകത്തിലേക്ക് ഒരു കാര്യം പാടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ എവരി സൈഡ് അങ്ങ് എടുക്കും. ഈ എക്സാമ്പിളിന് വേണ്ടി നസീർ വ്രതം ആചരിക്കുന്നവനോട് പറഞ്ഞു മുന്തിരിയുടെ അനുഭവം പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ പറഞ്ഞു വീഞ്ഞരുത്, മുന്തിരിയുടെ അരിയരുത്, തൊലിയരുത്, രസമരുത്, ഒന്നും അരുത്. ഇതെന്തിനാ ഇങ്ങനെ എടുത്തു പറയുന്നത്? മോനെ, ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ സകല
കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുക. അല്ലെങ്കിൽ താങ്കൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവനല്ല. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. ഞാനീ പറയുന്നതൊക്കെ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് പൗലോസ് മുഖേന പറഞ്ഞിട്ടുള്ള പദങ്ങളാണ്. ഒന്നും ഒരു കുറവുമില്ലാതെയാണ് പറയുന്നത്. ഓക്കെ, പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ആശയങ്ങൾ റിഡംഷനും കവനൻ്റ് റിലേഷനും. കവനൻ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഉടമ്പടിയാണ്. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ഉടമ്പടിയാണ്. റിഡംഷനും കവനൻ്റ് റിലേഷൻഷിപ്പുമാണ് ഇതിൻ്റെ കോർ സബ്ജക്റ്റ്, കീ സബ്ജക്ട്സ്. ഇനി 2 വാക്യങ്ങൾ ഇതിനകത്തെ പ്രധാന വാക്യങ്ങളായി എടുക്കാം. 2 സെറ്റ് ഓഫ് വാക്യങ്ങൾ. ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 6-6-7. ഇതാരാ ഇത് തീരുമാനിച്ചത് വെച്ചാൽ ഒരുപാട് ബൈബിൾ സ്കോളേഴ്സ് ചേർന്ന് തീരുമാനിച്ചത്. വേദപുസ്തകം നന്നായി പഠിച്ചേച്ച്, അതിന് കഴിവുള്ളവർ ചേർന്ന് വേദപുസ്തകം നന്നായി പഠിച്ചേച്ച് ബൈബിൾ സ്കോളേഴ്സ് ചേർന്ന് സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒന്നാണ്. ഞാനിത് തപ്പിയെടുത്തുകൊണ്ടുവന്നത് ഓപ്പൺ ബൈബിളിൻ്റെ കമൻറ്ററി നിന്നാണ്. ഓപ്പൺ ബൈബിളിൻ്റെ കമൻറ്ററിക്കകത്ത് ഇതുണ്ട്. ഞാൻ അവിടുന്ന് ഇത് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ചു. അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ പോവാം. എൻ്റെ നീട്ടിയ കൈകൊണ്ട് വിടുവിക്കാൻ പോവാം. എൻ്റെ തമ്പുരാനെ ഇവിടെ കൊണ്ടിട്ട് ശല്യം ഉണ്ടാക്കിയേച്ച്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കേരളത്തിൽ പോകുന്ന ഒരു സമയത്ത് ഒരാളെന്നോട് പറഞ്ഞൊരു വാക്കാണ്. എന്നോട് ചോദിച്ചു, ഷുഗറൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് ഷുഗറുണ്ട്. കൃപയാൽ അതിനകത്തൂടെ ദൈവം നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഷുഗറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് സുഖമായില്ലേ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, സുഖമായില്ല, ഷുഗറുണ്ട്, ഞാനത് കൊണ്ട് നടക്കുന്നു. എന്താ ഷുഗർ ആകാൻ ദൈവത്തിന് തോന്നാഞ്ഞിട്ട. പല കേസിൽ ഷുഗർ സുഖമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചായിട്ടുണ്ട്. എനിക്കത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് നേരം കഴിഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു, ഷുഗർ ഒരു ദിവസം എത്ര പ്രാവശ്യം ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ, ആ പുള്ളി ടെറിബിൾ ഷുഗർ കംപ്ലൈൻറ്റില്ല. അപ്പോൾ അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിവുണ്ടോ എന്ന് നോക്കാനാണ് അയാൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഷുഗറിൻ്റെ ഒരു സെൻസർ എൻ്റെ ശരീരത്ത് വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി കോസ്റ്റ്ലി അല്ലേ? ഞാൻ പറഞ്ഞു, കോസ്റ്റ്ലിയാണ്, പക്ഷേ ചർച്ചിലുള്ള ഒരു സഹോദരൻ എനിക്ക് വേണ്ടി അത് സ്പോൺസർ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. ആ പുള്ളി ഒരു ചിരി ഇരിച്ചു പറഞ്ഞു, അല്ല, ഷുഗർ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിലും ആ പണി ചെയ്യാതെ ഷുഗർ ലെവൽ നോക്കാൻ വേണ്ടി ഒരാളിനെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുന്ന എന്നോ പണിയാണ്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ് ബ്രദറെ? ദൈവത്തിൻ്റെ കറക്കൻ വിദ്യ നമുക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ അതിനകത്ത് ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആകാൻ കാര്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ്, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഹാപ്പിയാണ്. എൻ്റെ കുഞ്ഞെൻ്റെ കയ്യെ പിടിച്ചൊന്ന് കടിച്ചാൽ എനിക്ക് നോവും, പക്ഷെ പിന്നെ ഞാൻ കൈ വായി വെച്ച് കൊടുക്കും ഒന്നുകൂടെ കടിച്ചോളാൻ. കാര്യം ആ കടി എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ അല്ല, അത് ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കൽ അദ്ദേഹം ഒരു രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. രാജാവും കൂടെ ഏതോ ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ രാജാവ് പറയുന്നതെല്ലാം കൂടെ നടക്കുന്ന ആളുകൾ അതുപോലെ യേശു വെക്കണമെന്ന് രാജാവിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി രാജാവ് അവിടുത്തെ പായസം ഒരല്പം രുചിച്ചു നോക്കി. കഴിക്കുന്നെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നവരെല്ലാം പായസം രുചിച്ചു നോക്കി, എന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വെച്ചു. കുഞ്ചൻ നമ്പ്യാർ പതുക്കെ ഒരറ്റത്തിരുന്ന് കൂടി തുടങ്ങി. അപ്പം രാജാവ് ചോദിച്ചെന്ന് പറയുന്നത്, കുഞ്ചൻ, നിനക്ക് കഴിക്കുന്നില്ലയോടാന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത്, അടിയന് ഈ പഞ്ചസാരയുടെ കയ്പ് ഇഷ്ടമാണ്. കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ രാജാവ് പറയുന്നത് ശരിയാകില്ല. പക്ഷെ അടിയൻ ഈ പഞ്ചസാരയുടെ കയ്പ് ഇഷ്ടമാണ്. സഹോദരന്മാരെ, എനിക്ക് ദൈവത്തിൻ്റെ ശിക്ഷയും ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇടപെടലും ഇഷ്ടമാണ്. ദൈവത്തിന് എന്നെ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ എന്നെ ശിക്ഷിക്കും. ഞാൻ അഥവാ ഒരു കടി ആ തൃക്കയ്യെ കടിച്ചാലും കർത്താവിനൊരു വിരോധവും ഇല്ല. ഒന്നുകൂടെ വെച്ച് തരും, കടിച്ചോളാൻ പറയും. അങ്ങനെയാണ് കാര്യം. അത് ആ ബന്ധം കൊണ്ടാണ്. ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഒന്നാമത്തെ താക്കോൽ വാക്യം ഇതാ. അത് 6-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ചു. അവരുടെ അടിമവേലയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും ശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. 2ാമത്തെ സെറ്റ് എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. അതിനകത്ത്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും.
ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. മോശെ ദൈവം വിളിച്ചു. മോശ തൻ്റെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടാണ് വന്നേ. ഡയറക്റ്റ് കുടുംബത്തിൻ്റെ മേൽ വിളിയില്ല, മോശയ്ക്ക് മാത്രമേ വിളിയുള്ളൂ. എന്നാൽ ആ കുടുംബം മോശയോട് കൂടെ പോകാൻ തീരുമാനിച്ച് ഹൈലി അപ്രീഷിയേറ്റഡ്. കാര്യം വിവാഹിതർ ഒന്നിച്ചു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണം, മക്കളുമായി പോകണം. പക്ഷേ അവർക്ക് ആവശ്യമുള്ള വേർപാടില്ലായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പരിച്ഛേദന ചെയ്യിക്കേണ്ടതായിരുന്നു. എബ്രായരുടെ നിയമം അനുസരിച്ച് ആ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പരിച്ഛേദന ചെയ്ത് അവരെ കൂടെ എബ്രായരാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. മോശ അല്ലെങ്കിൽ മോശയുടെ ഭാര്യ അത് ചെയ്യാതിരുന്നതിനാൽ കുടുംബത്തിന് മോശയോടുകൂടെ നിൽക്കാൻ ആവശ്യമുള്ള വേർപാടില്ല എന്ന് ഉറപ്പായതിനാൽ കുടുംബത്തെ അല്ല കൊല്ലാൻ വന്നത്, മോശ തന്നെ കൊല്ലാൻ വന്നു. അവിടെ ദൂതൻ മോശയോട് എതിർത്തിട്ടു അവനെ കൊല്ലാൻ വന്നു. സിപ്പോറയ്ക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി. അവൾ ഉടനെ കത്തിയെടുത്ത് കുഞ്ഞുങ്ങളുടെ അഗ്രചർമ്മം ഛേദിച്ച് ദൂതൻ്റെ മുമ്പിലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. യഹോവ അവനെ വിട്ടൊഴിഞ്ഞു. ഒരു വ്യക്തിയുടെ മേൽ വിളിയുണ്ടെങ്കിൽ ആ വിളിക്കൊത്തവണ്ണമുള്ള വേർപാട് എല്ലാ കുടുംബാംഗങ്ങളിലും വേണം. ഒരു സഭയ്ക്ക് ഒരു ദൗത്യത്തിന് വേണ്ടി വിളിയുണ്ടെങ്കിൽ ഒരുപാട് സഭകൾക്ക് ആ ദൗത്യത്തിനുള്ള വിളി കിട്ടാത്തതിൻ്റെ റീസൺ ഇതല്ലേ എന്നും ആലോചിക്കണം. അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ, ലീഡർഷിപ്പ്, അതിന് തക്ക വേർപാടിൽ നിൽക്കണം. നിന്നലേ പറ്റൂ, ഇല്ലല്ലേ യഹോവ തന്നെ കൊല്ലും. നിന്നെ വിളിച്ചിരിക്കുന്ന ജോലിക്ക് വേണ്ടിയുള്ള നിൻ്റെ തയ്യാറെടുപ്പില്ല, അതുകൊണ്ടാണ് കൊല്ലാൻ തുടങ്ങിയത്. ഇനി രണ്ടാം ലെവലിലോട്ട് ഇറങ്ങിയാൽ കൂടുതലുണ്ട്. മോശ മിസ്രയീമിൽ നിന്ന് ഓടുമ്പോൾ മിദ്യാനിൽ പോയി വിവാഹം കഴിച്ചു. ദൈവത്തിന് ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നത് ജാതികളുമായി ഇണയില്ല പിണ കൂടുക. അതാ മോശ പോയി പറ്റിച്ചത്. അത് ദൈവത്തോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ചെയ്തത്. മോശയോട് രാജാവ് ക്രുദ്ധിച്ചു നിന്നപ്പോൾ, ഫറവോൻ മോശയെ കൊല്ലാൻ വന്നപ്പോൾ യഹോവ ഒന്ന് സഹായിക്കുമെന്ന് മോശ പ്രതീക്ഷിച്ച് വന്നില്ല ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള വൈരാഗ്യം മോശയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയി ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചത്. ജാതീയ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. തലമുറയെക്കുറിച്ച് മോശ ചിന്തിച്ചില്ല, അങ്ങനെ പറയാനുള്ളൂ. അതുകൊണ്ട് അവരെ തക്ക സമയത്ത് പരിച്ഛേദന കഴിപ്പിച്ചില്ല. 8-ാം നാളിലാണ് പരിച്ഛേദന കഴിക്കേണ്ടത്, ചെയ്തില്ല. അങ്ങനെ വളർന്നു. യഹോവ തന്നെ കൊല്ലാൻ വന്നു. പിന്നെ അവർ കൂടി. എങ്കിലും എടുക്കേണ്ട സമയത്ത് പരിച്ഛേദന എടുക്കാഞ്ഞതിനാൽ മോശയുടെ പിള്ളേരെ ലീഡർഷിപ്പ് കാണാനില്ല. വേദപുസ്തകത്തിലെ 2 അപാര ലീഡേഴ്സ് ഉണ്ട്. 2 എണ്ണത്തിൻ്റെ പിള്ളേരെ ലീഡർഷിപ്പിൽ കാണാനില്ല. അതിൽ ഒന്നാമത്തെ മോശയാ. ഏറ്റവും പ്രസിദ്ധനായ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ലീഡർഷിപ്പിൽ ഇല്ല. വേറെ ഒത്തിരിയൊക്കെ ഉണ്ട്, അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചാപ്റ്റേഴ്സ് 12 മുതൽ 14 വരെയുള്ള ചാപ്റ്റേഴ്സാണ്, അധ്യായങ്ങളാണ്. 12-ാം അധ്യായത്തിൽ പാസ് ഓവർ, പെസഹ ആചരിക്കേണ്ടത് എങ്ങനെ. 13-ാം അധ്യായത്തിൽ കമാൻഡ്മെൻ്റ് ഓഫ് കവനൻറ്റ്, നിങ്ങൾ എൻ്റെ കൂടെ എങ്ങനെ നടക്കണം, നമ്മൾ തമ്മിലുള്ള ബന്ധമെന്ത്, അത് എപ്രകാരം സൂക്ഷിക്കണം, ആ കവനൻ്റ് റിലേഷൻ ആവശ്യമുള്ള കമാൻഡ്മെൻറ്റ്സ് കർത്താവ് കൊടുക്കുക. 14-ാമത്തെ അധ്യായത്തിൽ ചെങ്കടലിനെ പിളർന്ന് ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറത്തെടുക്കുക. ജനം ജനിച്ചു വീണു, ജാതി ജനിച്ചു വീണു, ഒരു വംശം ജനിച്ചു വീണു. അങ്ങനെ ഒരു ജാതിയെ പുറത്തെടുക്കുക. പുറപ്പാട് പുസ്തകം ഏറെക്കുറെ നമ്മൾ കവർ ചെയ്തു. ഇത് നമുക്ക് അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒരു വാക്കിൽ പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഇന്ന് ഞങ്ങളോടുകൂടെ തിരുസാന്നിധ്യമിരുന്നു. അല്പസമയം 1 മണിക്കൂർ ഞങ്ങൾ ദൈവവചനത്തിന് മുമ്പിലായിരുന്നു. ഞങ്ങൾ തന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി. ഇന്ന് പങ്കെടുത്തവരെയും അടുത്ത ദിവസം പങ്കെടുക്കാനുള്ളവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചടിയനെ അനുഗ്രഹിക്കുന്നു. കൃപ കൂടിയിരിക്കണേ, ബലം കൂടിയിരിക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.